CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ നല്ല രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരത്തിന് ഗുരുതരമായ പരിക്കാണ് പറ്റിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐസിൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം നിരാശ നൽകുന്നത് തന്നെയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഇന്ത്യൻ മിഡ്ഫീൽഡർ താരമായിട്ടുള്ള വിപിൻ മോഹൻ എന്ന ആ ഒരു താരത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിക്കിനോടനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് 1.5 മാസത്തോളം അദ്ദേഹത്തിന് പിച്ചിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഇന്നലത്തെ ബംഗളൂരു എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ സ്ട്രെച്ചറിലൊക്കെ ആയിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ പരിക്ക് ഇപ്പോൾ ഗുരുതരമാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഏതായാലും വിപിൻ മോഹനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ MRI സ്കാനിംഗ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമായിരിക്കും പുറത്തേക്ക് വിടുക. കൂടാതെ തന്നെ വിപിൻ മോഹൻ എന്ന ആ ഒരു താരം മധ്യനിരയിൽ നിന്നും ഔട്ട് ആവുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഇനി ആ ഒരു നിര അഥവാ ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യാനുണ്ടാവുക ഡാനിഷ് ഫാറൂഖ് ആണ്. നമുക്കറിയാം, ഈ ഒരു സീസണിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ പോലും ബ്ലാസ്റ്റേഴ്സിനില്ല. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ നിന്നുള്ള ഒരു അറ്റാക്ക് പോലും ഇതുവരെയായിട്ടുള്ള മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ വിപിൻ മോഹൻ എന്ന ആ ഒരു താരം പരിക്ക് പറ്റി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനോടനുബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബംഗളൂരു എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി 4-2 എന്ന മാർജിൻ സ്കോറിലായിരുന്നു പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ പറഞ്ഞ വാക്കുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതായാലും പരിശീലകനായിട്ടുള്ള മിക്കാൽ സ്റ്റേറുടെ വാക്കുകൾ ഇപ്രകാരമാണ്: തോൽവിയിൽ ഞാൻ വളരെയധികം നിരാശൻ തന്നെയാണ്. ഞങ്ങളുടെ ടീം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ എനിക്ക് അഭിമാനവും ഉണ്ട്. കാരണം ഈ ഒരു തോൽവി ഞങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട്. ഞങ്ങൾ മാനസികമായി വളരെയധികം ശക്തരായിരുന്നു. പക്ഷേ ഞങ്ങൾ അവസാനം വാങ്ങിയിട്ടുണ്ടായിരുന്ന 2 ഗോളുകൾ എങ്ങനെയാണ് വാങ്ങിയത് എന്ന് എനിക്ക് ഇപ്പോഴും യാതൊരു പിടുത്തവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. ഏതായാലും ഈ ഒരു പരാജയത്തിൽ ഞാൻ വളരെയധികം നിരാശനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിക്കാൽ സ്റ്റേറെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം വളരെയധികം ഡിസപ്പോയിന്റഡ് ആണ് എന്നുള്ളത്. ഏതായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലുള്ള ഏറ്റവും വലിയ ചർച്ച എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിക്കാൽ സ്റ്റേറെ മാറ്റിക്കൊണ്ട് മറ്റേതെങ്കിലും പരിശീലകൻ അല്ലെങ്കിൽ പഴയ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ചിനെ വീണ്ടും തിരികെ കൊണ്ടുവരണം എന്നൊക്കെയാണ്. അതായത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ഇവാൻ വുക്കോമാനോവിച്ചിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു പരിശീലകനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മാനേജ്മെന്റിനെയും നമ്മൾ കുറ്റം പറയേണ്ടത് തന്നെയാണ്. കാരണം മധ്യനിരയിൽ ജീക്സൺ സിംഗിന് പോയതിനു ശേഷം ഒരു പ്രോപ്പർ മിഡ്ഫീൽഡർ ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കൂടാതെ തന്നെ മാർക്കോ ലെസ്കോവിച്ച് എന്ന ഒരു സെന്റർ ബാക്ക് താരത്തിന് പകരമായി കൊണ്ടുവന്ന ഫ്രഞ്ച് സൂപ്പർ താരമായിട്ടുള്ള അലക്സാണ്ടർ കോയ്ഫിന് ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫോം കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇനി അങ്ങോട്ടുള്ള അഥവാ ഇനി വരാൻ പോകുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഉഗ്രൻ ഡിഫൻഡറെയും കൂടാതെ തന്നെ ഒരു പ്രോപ്പർ മിഡ്ഫീൽഡറെയും സൈൻ ചെയ്യേണ്ട അത്യാവശ്യം തന്നെയാണ്. ഏതായാലും ഇതിലെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഐസിലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐസിൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.